ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. സൈമൺ കൊലക്കേസിലെ പ്രതികളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത വിവരം നിങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. കേസിനെക്കുറിച്ച് പല തെറ്റായ വാർത്തകളും പ്രചരിക്കുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥ വിവരങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ്. ജോഷുവ എന്ന ആളുടെ നേതൃത്വത്തിലുള്ള 14 അംഗ കൊട്ടേഷൻ സംഘമാണ് ഈ കൊലയ്ക്ക് പിന്നിൽ. ഇതിൽ സൈമണെ കുത്തിയത് വെള്ളറ സ്വദേശിയായ മുള്ളാണി ബിജു എന്ന ആളാണ്. ആരാണ് കൊട്ടേഷൻ കൊടുത്തത്? ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ബിസിനസ് ഗ്രൂപ്പുകളാണോ ഇതിന് പിന്നിൽ? തെറ്റായ വസ്തുതയാണ് പോലീസ് പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപണമുണ്ടല്ലോ. പ്ലീസ് ലിസൺ ടു മീ. പ്ലീസ് ലിസൺ. നടന്നത് എന്താണെന്ന് നിങ്ങളോട് വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇതൊരു സിനിമാ തിരക്കഥയേക്കാൾ അവിശ്വസനീയമാണല്ലോ. യഥാർത്ഥ കുറ്റവാളികളെ പോലീസ് സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്? So you mean to hold that Simons is a freakish criminal? ഇതിനു പിന്നിൽ ബിസിനസ് വൈരാഗ്യമല്ലേ? Nothing to do with the Indian Cricket League. ഞാൻ പറഞ്ഞല്ലോ, these are the facts of this case. അങ്ങനെയാണെങ്കിൽ സൈമൺ കൊല്ലപ്പെടുമ്പോൾ കുപ്രസിദ്ധ ഗുണ്ടകളായ ജയപ്രതാപും പാറമട സുഭാഷും കൂടെ ഉണ്ടായിരുന്നു. അവരിപ്പോ ഒളിവിലാണ്. പോലീസിന്റെ വിശദീകരണം എന്താണ്? കൊല നടക്കുമ്പോൾ ഇവൾ രണ്ടാളും സൈമന്റെ കൂടെ ഇല്ല. സൈമൺ കൊല്ലപ്പെട്ടതറിഞ്ഞപ്പോൾ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയതാണ്. ജയപ്രതാപനും സുഭാഷിനും ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചു വരികയാണ്. ആൻഡ് വൺ മോർ തിങ്, മുള്ളാണി ബിജു കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി ഞങ്ങൾ അയാളുടെ വീട്ടിൽ നിന്ന് പ്രതിയുടെ സാന്നിധ്യത്തിൽ കണ്ടെടുത്തു 2 മണിക്കൂർ മുമ്പ്. സോ ഇറ്റ്സ് എ കൺക്ലൂസീവ് പ്രൂഫ്. ഇതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നെയാണല്ലോ അല്ലേ സാർ? ആയുധം കണ്ടെത്തി എന്ന് കമ്മീഷണർ പറഞ്ഞത് കൺഫേം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതെ. പോലീസിന് കത്തി ഉണ്ടാക്കി കൊടുത്തത് ചേട്ടനാണോ? അതെ, കത്തി ഉണ്ടാക്കി കൊടുത്തത് ഞാനാ. ആർക്ക് വേണ്ടിയാ? ടൗൺ എസ് ഐ ജോൺ സാർ പറഞ്ഞിട്ട്. ടൗൺ എസ് ഐ ജോൺ സാമുവലും 2 പോലീസുകാരും നേരിട്ട് തന്റെ ആലയിലെത്തി കത്തി വാങ്ങിച്ചു എന്നാണ് ശ്രീ നാരായണൻ പറയുന്നത്. ഇതോടെ പ്രതിയുടെ വീട്ടിൽ നിന്നും കത്തി കണ്ടെടുത്തു എന്ന പോലീസിന്റെ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. ഏഷ്യാവിഷനു വേണ്ടി ക്യാമറാമാൻ ശങ്കറിനൊപ്പം പ്രസാദ്. നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് സംഭവിച്ച ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനാണ്. വേണ്ടി വന്നാൽ നടപടിയെടുക്കാനും. പത്രങ്ങളും ചാനലുകളും ഒക്കെ എല്ലാവരും കണ്ടതാണല്ലോ. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി കൊല്ലനെ കൊണ്ട് പണിയിച്ച് കൃത്രിമ തെളിവുണ്ടാക്കുന്ന സമ്പ്രദായമൊക്കെ എന്നാ ഇനി നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നേ? എനിക്ക് വിശദീകരണം വേണം മിസ്റ്റർ ഈപ്പൻ. സർ, പത്രസമ്മേളനത്തിൽ ഐജിക്ക് പറ്റിയ ഒരു പാളിച്ചയാണത്. തോമസ്, യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ. ഇങ്ങോട്ടെന്തെങ്കിലും മുട്ടാപ്പോകൾ പറയുന്നതിന് മുമ്പ് താൻ ഇതുകൂടി കേക്ക്. മന്ത്രിക്ക് പൈൽസ് ഉണ്ടോ എന്ന് ടോയ്ലറ്റിൽ ഒളിക്യാമറ വെച്ച് കണ്ടെത്തുന്ന ജേർണലിസമാണ് ഇന്നിവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞാലും കള്ളമാണെന്ന് തെളിയിക്കുന്നവരുടെ മുമ്പിലാ പോലീസിന്റെ വലിയൊരു ഫ്രോഡ് എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. കുറ്റവാളികളെ മുഴുവൻ പിടിച്ചിട്ടും ആഭ്യന്തര വകുപ്പ് നാറിപ്പോയ അവസ്ഥ. ഹൂ ഈസ് റെസ്പോൺസിബിൾ? സർ, ഐ ആം റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഹസ് ഹാപ്പൻ. എനിക്ക് അങ്ങേപ്പോലെ മീഡിയ ഹാൻഡിൽ ചെയ്ത് വലിയ വശമില്ല. അവര് തുടരെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഐ തിങ്ക് ഐ ജസ്റ്റ് വെന്റ് ഔട്ട് ഓഫ് മൈ വിറ്റ്സ്. തോമസ്, ഇതോടെ തനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? കേരള പോലീസിലെ ഏറ്റവും സമർത്ഥനും സത്യസന്ധനുമായ ഓഫീസർ എന്ന റെപ്യൂട്ടേഷൻ. യുവർ ഹോൾ ക്രെഡിബിലിറ്റി ഈസ് ലോസ്റ്റ്. അങ്ങനെ സംഭവിച്ചതിൽ സാറിന് സന്തോഷം ഉണ്ടാവും. എന്താണോ താൻ ഈ പറയുന്നത്? A simple and obvious fact, sir. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അച്ചടക്ക ലംഘനമാണെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ശാപമായ താൻ പ്രമാണിത്വത്തിന്റെയും വൃത്തികെട്ട അധികാര കരുനീക്കങ്ങളുടെയും ഇരയാണ് IG തോമസ് സർ. നിരഞ്ജൻ, will you please shut up? No, I will not, sir, because I can't take this shit anymore. പത്രസമ്മേളനം മിസ്ഫയർ ചെയ്തെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം DG കൂടി ഏറ്റെടുക്കണം. Because it was his decision to hold the press conference. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന മേലുദ്യോഗസ്ഥരുണ്ടെങ്കിലേ ഞങ്ങളെ പോലെയുള്ളവർക്ക് ഭയമില്ലാതെ കൃത്യനിർവഹണം നടത്താൻ പറ്റൂ സർ. How dare you? I dare because I'm daring. Damn daring. കൊല്ലനെ കൊണ്ട് ആയുധം പണിയിച്ചതോ പ്രതിയുടെ വീട്ടിൽ അത് ഒളിപ്പിച്ചു വെച്ചതോ അവിടെ നിന്ന് അത് കണ്ടെടുത്തതോ ചീഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായ IG അറിഞ്ഞിട്ടില്ല. ഈ കേസ് ആദ്യം മുതൽ അന്വേഷിക്കുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല. പത്രസമ്മേളനം നടത്തുന്നതിന് 2 മണിക്കൂർ മുമ്പ് ആയുധം വീണ്ടെടുത്ത ടൈമിംഗിൽ ഇപ്പോഴുമുണ്ട് സാർ ഒരു ഗൂഢാലോചന. A conspiracy headed and executed by the city police commissioner to protect someone behind the scene. എന്റെ മേത്തോട്ട് പണിയാൻ വരുന്നത് സൂക്ഷിച്ചു മതി. തന്റെ പോലെ മോനും തൊപ്പി തെറിച്ച് വീട്ടിലിരിക്കും. അങ്ങനെ തൊപ്പി തെറിക്കുകയാണെങ്കിൽ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഇദ്ദേഹത്തെ വന്നൊന്ന് കാണും. വിശദമായിട്ട് കണ്ടിരിക്കും.
കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടയക്കണമെന്ന് സാറിനോട് ശുപാർശ ചെയ്ത മണൽ മാഫിയക്കാരൻ ഉദയഭാനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞുതരും എന്റെ പഞ്ചിന്റെ പവർ എന്താണെന്ന്. എനിക്കിട്ട് എന്തെങ്കിലും പണിയുന്നതിന് മുമ്പ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ഒരു മുറി കൂടി പറഞ്ഞേക്കണം സാർ. ഇല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ കടന്നുപോകും. നിർത്തണോ? എന്ത് തോന്നിയാസോടോ താൻ എന്റെ ഉപയോഗിച്ച് വിളിച്ചു പറയുന്നേ? ക്ഷമിക്കണം സാർ, അടിച്ചമർത്തപ്പെടുന്നവന്റെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനാണല്ലോ അങ്ങ്. അതുകൊണ്ട് അങ്ങേക്ക് എന്റെ രോഷം മനസ്സിലാകും. ബിക്കോസ് മൈൻ വാസ് an outburst of the oppressed, of the brutally suppressed. മേലാളന്റെ അധികാരം ഉപയോഗിച്ച് ആർക്കോ വേണ്ടി കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് കമ്മീഷണർ. So I have to speak out somewhere, sometime, and it's here and now. സർ, ഐ അപ്പോളജൈസ് ഫോർ ഹിസ് impropriety. ഹാ, സാരമില്ല തോമസേ. സത്യത്തിൽ ഇയാൾ തന്റെ അഭിമാനം രക്ഷിക്കുക ചെയ്തത്. തോമസ് എനിക്ക് എന്ന റിപ്പോർട്ടിൽ കേസിനെ കുറിച്ചുള്ള തന്റെ ചില സംശയങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. ആ ഒളിവിൽ പോയ ജയപ്രതാപനെയും സുഭാഷിനെയും എത്രയും പെട്ടെന്ന് പിടിക്കണോടോ. സർ, അവരെ ഞങ്ങളുടെ പാർട്ടിയാണ് സംരക്ഷിക്കുന്നതെന്നല്ലേ പറയുന്നത്? അല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ടത് എന്റെ ബാധ്യതയാ. സർ, പിന്നെ മാർട്ടിൻ ദിനകർ, അയാളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഹീ ഈസ് ടു ബിഗ്, ടു ഡേഞ്ചറസ്. പക്ഷേ നിങ്ങൾ ഡീമോറലൈസ്ഡ് ആകണ്ട. നിരഞ്ജൻ, യു ഗോ ഹെഡ്. വരുന്നിടത്ത് വെച്ച് കാണാവിടൂ. യെസ് സർ. Hi, I'm Martin. Pleased to meet you. Good to see you here. எனக்கு ஹோம் மினிஸ்டரோட ஒரு அப்பாயின்மெண்ட் இருக்கு. அவருக்கு இது 2 நிமிஷம் முன்னாடி தான் தெரிஞ்சது. I guess it's a call from the top. Really, I'm impressed. நிரஞ்சன், என்னை பத்தி நிறைய விசாரிச்சு புரிஞ்சுக்கிட்டல. நீ புரிஞ்சுக்கிட்டதெல்லாம் தப்பு. தமிழ்நாட்டில் சில போலீஸ் ஆஃபீஸர்ஸ், ஐ மீன் ஸ்மார்டஸ்ட் இன் த ஃபோர்ஸ், இந்த மாதிரி என் பின்னாடி சுத்தி இருக்காங்க. ஆனா சம் பாயிண்ட் இன் டைம் அவங்க எல்லாரும் ஸ்ட்ரேஞ்ச் காணா போயிட்டாங்க. என்னை பத்தி தெரியாதவங்க எல்லாரும் தெரிஞ்ச உடனே பார்த்தாலே பயப்படுறாங்க. And I really don't know why. In fact, I'm great fun to be with. Trust me. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ഗുഡ് ടു സീ യു ഹിയർ. യു നോ വൈ? തന്നെക്കുറിച്ചൊരു ചർച്ച മന്ത്രിയുടെ മുറിയിൽ നടന്ന് 15 മിനിറ്റ് തികയും മുമ്പ് മന്ത്രി പോലും അറിയാതെ താൻ ഇവിടെ എത്തണമെങ്കിൽ ഇറ്റ് ഷോസ് 2 things. നമ്പർ 1, തനിക്ക് വിവരങ്ങൾ ചോർത്തി തരുന്ന ഒരാൾ ഇപ്പോ ഈ കെട്ടിടത്തിനുള്ളിലുണ്ട്. And number 2, you are disturbed, badly affected by this investigation. മാർട്ടിൻ ദിനകർ എന്ന പേരിന് പിന്നാലെ ഞാൻ ചുമ്മാ ഒന്ന് ചലിച്ചു തുടങ്ങിയപ്പോഴേക്കും നീ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്നതോടെ സൈമൺ കൊലക്കേസിന്റെ സൂത്രധാരന്റെ മുഖത്തിന് കുറച്ചുകൂടി വ്യക്തത വന്നിട്ടുണ്ട്. தப்பு பண்ணிட்ட மார்ட்டின். அவசரப்பட்டு இங்க வந்து உன்னைய காட்டி கொடுத்துட்டேன். പിന്നെ നിന്നെ അറിയുന്തോറും അടിവസ്ത്രം നനഞ്ഞു പോകുന്ന ആംബിയറില്ലാത്തമാരുടെ ഗണത്തിൽ എന്നെ പെടുത്തണ്ട. ഐ എം ഗെയിം ഫോർ എനി ഗെയിം. ആൻഡ് ഐ ആം ഡയറിങ്, ബ്ലഡി ഡാം ഡയറിങ്.
സൈമൺ കൊലക്കേസിൽ സുപ്രധാനമായ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. സൈമണിന്റെ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്ന മീര കൃഷ്ണദാസിന് കൊലപാതകവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. യുവതിയെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് വിളിപ്പിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ യുവതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകും. ഇതോടെ കേസിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. കണ്ടോൺമെന്റ് സ്റ്റേഷന് മുന്നിൽ നിന്നും ക്യാമറമാൻ സമീറിനൊപ്പം രാജേഷ് തങ്കമംഗലം. ഒന്ന് മാറി നിൽക്കൂ. നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. അവരെ കടത്തിവിടൂ പ്ലീസ്. അവരെ കടത്തിവിടൂ പ്ലീസ്. നമസ്കാരം സർ. താങ്കൾ ആരാണ്? ഞാൻ അഡ്വക്കേറ്റ് ഉത്തമപിള്ള. ഒരു അഡ്വക്കേറ്റിന്റെ പ്രസൻസിൽ ഇവരെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അയ്യോ, അഡ്വക്കേറ്റിന്റെ കപ്പാസിറ്റിയിലല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ മീരയുടെ അമ്മാവനാ. സാർ എന്നെ ഓർക്കാഞ്ഞിട്ടാ. പണ്ട് ഞാൻ സാറിനെ വന്ന് കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. യു മേ പ്ലീസ് ഗോ ഔട്ട്. സോറി സർ. ആൻഡ് യു മേ നൗ സിറ്റ്. താങ്ക് യു. നിങ്ങൾ എത്ര നാളായി സൈമൺ പാലത്തിങ്ങളുടെ എംപ്ലോയി ആയിട്ട്? 8 months. ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? മുമ്പ് കൊച്ചിയിലുണ്ടായിരുന്നു, 1 വർഷം ചെന്നൈയിലും. യു കെൻ ചെക്ക് ദിസ് ഫോൾഡർ. എന്റെ എല്ലാ പേഴ്സണൽ ഡേറ്റയും ഇതിനകത്തുണ്ട്. നിങ്ങളും സൈമൺ പാലത്തിങ്കിലും തമ്മിലുള്ള പേഴ്സണൽ ഇക്വേഷൻ എന്തായിരുന്നു? വാട്ട് ഡു യു മീൻ? യു ആർ നോട്ട് ഇൻ എ സൈബർ ചാറ്റ് റൂം. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി വേണം. Explain this. ഇതുകൊണ്ടാണ് ഞാൻ ജോലി വിടാൻ തീരുമാനിച്ചത്. യു സി മിസ്റ്റർ സൈമൺ വാസ് അയാളെ ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. He was into drugs and I said explain this. I was just coming to it. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ മുതൽ he was acting funny with me. ജോലിയിൽ തുടരേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ എല്ലാം കണ്ടില്ലാന്ന് വെച്ചു. പിന്നെ പിന്നെ സഹിക്കാവുന്നതിലും അപ്പുറമായി. പലപ്പോഴും എന്നെ ട്രാപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കുമായിരുന്നു. ഇൻ എൻ ഓട്ടോ ക്ലിക്ക് ക്യാമറ. മീര? യെസ് സർ. Come here. Hey. Hey! Stop it! No! Hey! അതാ സത്യത്തിൽ ഞാൻ ജോലി വിടാൻ തീരുമാനിച്ചത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രാജി കൊടുത്തു. രാജി കൊടുത്തപ്പോൾ അയാൾ അങ്ങനെ പ്രതികരിച്ചു? ആക്സെപ്റ്റ് ചെയ്തില്ല. വളരെ വയലന്റായി റിയാക്ട് ചെയ്തു. പിന്നെ പ്ലീഡ് ചെയ്തു എന്നെ മാരേജ് ചെയ്യണം എന്ന് പറഞ്ഞ്. He was sick. പിന്നെ ഞാൻ ജോലിക്ക് പോയില്ല. Simon was planning to invest in the National Cricket League. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അറിയാം. ആ പ്രോജക്റ്റ് ഞാനാ ഡിസൈൻ ചെയ്തത്. ഓ, അതുമായി ബന്ധപ്പെട്ട് സൈമൺ എന്തെങ്കിലും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ആരിൽ നിന്ന്? മാർട്ടിൻ ദിനകർ. Tell me, എന്താ ഉണ്ടായത്? ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയി ഓഫീസിലേക്ക് അയാൾ കയറി വന്നു. നാഷണൽ ക്രിക്കറ്റ് ലീഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങാൻ സൈമനോട് ഡിമാൻഡ് ചെയ്തു. Sort of threatened him. You better stay out of my business. Cricket is not your game, Simon. Else you'll have no warning bells anymore. Is there any problem? You know something? He's dangerous. Really dangerous. So, സൈമൺ മാർട്ടിനെ ഭയന്നിരുന്നു? യെസ്. അയാൾ വല്ലാതെ പേടിച്ചിരുന്നു. ആ സംഭവം കഴിഞ്ഞ് 18ാമത്തെ ദിവസം സൈമൺ ഗോട്ട് കിൽഡ്. നിങ്ങൾ പതിവായി വിസിറ്റ് ചെയ്യുന്ന സ്പാ ഏതാണ്? സ്പാ? ഞാൻ പതിവായി ഒരു സ്പായിലും പോവാറില്ല. സൈമൺ എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്പായെ കുറിച്ച് നിങ്ങളോട് റെഫർ ചെയ്തിട്ടുണ്ടോ? ഐ മീൻ സംതിങ് ലൈക്ക് ഹിസ് ഫേവറേറ്റ് ഹാങ് ഔട്ട്. ഇല്ല. പക്ഷേ ഏറ്റവും പൊട്ടൻഷ്യലുള്ള ബിസിനസ്സാണ് സ്പാ എന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു ബിസിനസ് തുടങ്ങാൻ ഞാൻ തയ്യാറാണെങ്കിൽ പണം മുടക്കാമെന്ന് അയാൾ പറഞ്ഞിരുന്നു. He even named it മീര സ്പാ. മീര സ്പാ.
നിങ്ങളിപ്പോൾ പോയിക്കോളൂ. ഇനി വിളിക്കുമ്പോൾ വരേണ്ടി വരും. Can I go to Bangalore and take up my new job? No, you can't go. മീരെ സ്റ്റേഷനിൽ വരുത്തി ചോദ്യം ചെയ്തതിന് തൻ്റെതായ യുക്തിയുണ്ട്. എഗ്രീഡ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവൾക്ക് സംഭവിച്ച മാനഹാനിയെക്കുറിച്ച് കൂടി താൻ ചിന്തിക്കണം. ഇത്രയും ബ്രൂട്ടലായ ഒരു മീഡിയ പ്രസൻസിൽ ആ കുട്ടിയെ അമ്മയെയും സ്റ്റേഷനിൽ വരുത്തി ചോദ്യം ചെയ്തത് ഒഴിവാക്കാമായിരുന്നു. താൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതിലൊരൽപ്പം വ്യക്തിപരതയുണ്ട്. തൻ്റെ മനസ്സിൽ ഇപ്പോഴുമുള്ള പെൺകുട്ടിക്ക് സൈമണുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തോന്നിയ ഹേർട്ട്. ക്യാൻ യു ഡിനൈ ദാറ്റ്? ഓഫ് കോഴ്സ് ഐ ക്യാൻ. ഒന്ന് ആലോചിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. നൗ യു നോ ദാറ്റ് ഷീസ് ക്ലീൻ, ഷീസ് എ റെസ്പെക്റ്റബിൾ ഇൻഡിപെൻഡന്റ് ഗേൾ ആൻഡ് ഷീ സിംഗിൾ ഈവൻ നൗ. ഞാൻ ആലോചിക്കുന്ന അതൊന്നുമല്ല സർ. മാർട്ടിൻ ദിനകർ ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട് സൈമണെ ഭീഷണിപ്പെടുത്തിയതിന് ഒരേ ഒരു വിറ്റ്നസ്സേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് മീര. സോ ഷീ മൈറ്റ് ആക്ച്വലി ബി ഇൻ ഡേഞ്ചർ. അതുപോലെ തന്നെ സൈമന്റെ മരണമൊഴി, മീര സ്പാ. സൈമൺ മീരയുടെ പേരിൽ ഒരു സ്പാ ബിസിനസ് തുടങ്ങാനിരുന്നതാണ്. സോ ദർ ഹാസ് ടു ബി എ കണക്ഷൻ. സിറ്റിയിലുള്ള സ്പാ സെന്റേഴ്സിനെ ഫോക്കസ് ചെയ്ത് അന്വേഷിച്ചിട്ട് എന്തായി? സൈമൺ ഏതെങ്കിലും സ്പാ ടേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു? നോ, നത്തിങ് അറ്റ് ഓൾ. പക്ഷെ മീര. Hello, Niranjan. Yes. I need your help. Please come as soon as possible. എന്താ? എന്തു പറ്റി? Hey, you just relax. I'm on my way. ആരാ നിരഞ്ജൻ? മീര. ഞാൻ സംശയിച്ചത് സംഭവിച്ചു സർ. Hey, നിരഞ്ജൻ. Hey, stop. നിക്കടാ. മീര. മീര. അവരെ ആരെങ്കിലും ഇനി കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമോ? ഇല്ല, ആരെയും ശരിക്ക് കണ്ടില്ല. സർ. അലക്സ്, യു വിൽ ഹാവ് ടു പോസ്റ്റ് മോർ മെൻ ഹിയർ. പിന്നെ സതീഷിനെ വിളിച്ചിട്ട് വന്നോമാരെന്ന് തപ്പാൻ പറ. സർ. You don't have to worry. I'll take care. I'll take care of this. മീര, എന്തു പറ്റി മോളെ? ഫോൺ കിട്ടിയപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. സാർ, അവരമ്മയും മോളും ആകെ പേടിച്ചിരിക്കുക. ഒരു സഹായത്തിന് ഓടിയെത്താൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ വീടിന് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊന്നും സംഭവിക്കില്ല. ഇപ്പൊ പറയുന്നതിൽ ഔചിത്യം കാണില്ല, പക്ഷെ പറയുക. അത് മീരയുടെ അച്ഛൻ പറഞ്ഞിട്ടാ അന്ന് ഞാൻ സാറിനെ ഒന്ന് കണ്ട് ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു കുറ്റബോധം എനിക്കുണ്ട്. അച്ഛൻ കർക്കശം കാട്ടിയപ്പോൾ അവൾ അനുസരിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ എത്ര നിർബന്ധിച്ചിട്ടും അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ആൺതുണയില്ലാതെ അവരൊറ്റയ്ക്ക് കഴിയുന്നത് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ടാ. ഇവിടെ നടന്ന സംഭവത്തിനെ കുറിച്ച് ഒരു പരാതി എഴുതി എസ്ഐയുടെ കയ്യിൽ കൊടുത്തേക്കൂ. അലക്സ്. സർ.
This is all yours.